തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാപ്പിഴ വന്ന പരാതി. സർജറി ചെയ്തയാളിന്റെ കാലിൽ പുഴുവരിക്കുന്ന നിലയിലെന്ന് ബന്ധുക്കൾ. പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ദുരനുഭവമുണ്ടായത്. ആദ്യം ബന്ധുവിന്റെ പ്രതികരണത്തിലേക്ക്. അച്ഛന് പാരിപ്പള്ളി വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയതാണ്. അച്ഛൻ ജോലിക്ക് പോകുന്ന ടൈമിൽ മറ്റൊരു ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ച് ആക്സിഡന്റ് പറ്റി. പാരിപ്പള്ളി നമ്മുടെ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിലാണ്, പാരിപ്പള്ളി ഉള്ളതാണ്. അവിടെ കൊണ്ടു ചെന്നപ്പം അവർ എടുത്തില്ല, അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ നേരെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെയും അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അവിടേക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഇവിടെ കൊണ്ടുവന്നത്. മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ 12:30 മണിയായപ്പോൾ വന്ന് 12:30 മണി തൊട്ട് ഒരു രാത്രി 11:30 മണിക്കാണ് അവർ ഓപ്പറേഷൻ വേണം, പുറത്ത് കമ്പി ഇടണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേന്ന് ഓർത്തോ ICUയിലേക്ക് മാറ്റി അച്ഛൻ ICUയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം മുന്നേ ഡോക്ടർ വന്ന് പറഞ്ഞ് മെനിഞ്ഞാന്ന് ഡോക്ടർ പറഞ്ഞ് അച്ഛൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്, പ്രഷർ ലോ ആണ്, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും വളരെ കുറവായതുകൊണ്ട് നമുക്ക് വാർഡിലോട്ട് ഇപ്പോഴേ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ICUയിൽ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവിടെ വാർഡിലോട്ട് മാറ്റാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇന്നലെ അങ്ങ് വീട്ടിലോട്ട് പോയി. സ്റ്റേഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി. അമ്മയും മോനും കൂടെയാണ് അച്ഛനെ നോക്കാനായിട്ട് ഇവിടെ നിന്നത്. അപ്പോൾ ഇന്നൊരു ഉച്ച ആയപ്പോഴത്തേക്ക് അവർ ICUന്ന് വന്ന ആൾ വന്ന് പറഞ്ഞു അച്ഛൻ്റെ ആരെങ്കിലും 2 പേര് ചെല്ലാൻ പറഞ്ഞു. ചെന്നിട്ട് അവർ അവിടെ നിന്നൊരു 20ാം വാർഡിലേക്ക് മാറ്റി അച്ഛനെ. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഗുരുതരമായ ആരോപണമാണ്, ചികിത്സാ പിഴവെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അതും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ കാലിൽ പുഴുവരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ ആരോപണം തന്നെയാണ്. എന്നാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അമൽ, ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 28ാം തീയതി ഒരു വാഹന അപകടം പറ്റിയാണ് രാജേന്ദ്ര പ്രസാദിനെ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് തന്നെ ഓപ്പറേഷൻ നടന്നു. പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുടെ മരുമകൾ ഇപ്പോൾ ഉണ്ട്, അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, 28-ന് നിങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് എന്താണ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്? 28ാം തീയതി വന്ന് അന്ന് രാത്രി 11:30 തന്നെ അച്ഛൻ്റെ സർജറി കഴിഞ്ഞു, പുറത്ത് കമ്പിയിട്ട് പിറ്റേന്ന് തന്നെ ഓർത്തോ ICUയിലേക്ക് മാറ്റിയായിരുന്നു. അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് ദിവസം അച്ഛൻ അവിടെ കിടക്കട്ടെ, അച്ഛന് പ്രഷർ ലോ ആണ്, പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവും വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ICUയിൽ തന്നെ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കിടക്കുമായിരുന്നു ICUയിൽ. പെട്ടെന്ന് ഇന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇന്ന് ഉച്ചയായപ്പം വന്ന് പറയുന്നത് 2 പേര് ചെന്നിട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് 20ാം വാർഡിലോട്ട് മാറ്റിയത്. അവിടെ വാർഡിൽ മാറ്റിയപ്പം അമ്മയും മോനും മാത്രമേ ഇന്ന് ഉള്ളായിരുന്നു. അങ്ങനെ കൊച്ചു വന്ന് മോനാണ് കണ്ടത് ഇതെനക്ക് കാലിൽ പുഴു കണ്ടത്. അച്ഛനെ കൊണ്ട് ആക്സിഡന്റ് പറ്റിയത് 28ാം തീയതിയാണ് ആക്സിഡന്റ് പറ്റി. അന്ന് നിങ്ങൾ ഈ പുഴു കാണുന്നു, പിന്നീട് ആശുപത്രി അധികൃതർ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് സമീപനമാണ് ഉണ്ടായത്? പുഴുവിനെ കണ്ട് മോൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ നിൽക്ക്, ഞങ്ങൾ വരാം, ക്ലീൻ ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ വിട്ടു. വന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വരാഞ്ഞുകൊണ്ട് വീണ്ടും 2ാമത് ചെന്ന് ചോദിച്ചു ഇതെനക്ക് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മരുന്നിന് എഴുതി കൊടുത്തു. ഇന്ന് ഒരു ഉച്ചയ്ക്കാണ് ഈ പുഴുവിനെ കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ICUന്ന് വാർഡിലോട്ട് മാറ്റിയതിന് ശേഷം. അതിനു മുമ്പ് കുഴപ്പമില്ലായിരുന്നു, ICUയിൽ കിടന്നപ്പോൾ സംഭവിച്ചതാണിത്, ഈ പുഴുവായത്. വിശദീകരണം പറയുന്നത് എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ആയതാണ്, എന്താണ് ഈച്ച വന്നിരുന്ന് അതിൽ മുട്ടയിട്ട് അത് പുഴുവായതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ICUയിൽ കിടന്ന രോഗിയുടെ കാലിൽ ഈച്ച വന്നിരുന്ന് മുട്ടയിട്ട് പുഴുവായി പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് 5 ദിവസമായി. നിങ്ങൾ 3 മണിക്ക് പരാതി പറയുന്നു, എത്ര മണിക്കാണ് ഇത് ക്ലീൻ ചെയ്യാൻ എത്തുന്നത്? 8:30. അത് ഞങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് പേടിയാവുന്നു, അച്ഛൻ്റെ കാലിൽ ഇതിനൊക്കെ പുഴുവുണ്ട്, ആരും വന്ന് നോക്കുന്നില്ല, അമ്മ പെട്ടെന്ന് വാ, എനിക്ക് പേടിയാവുന്നെന്ന് മോൻ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്നപ്പോൾ 8 മണി കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്ന് സംസാരിച്ചിട്ട് അച്ഛനെ കൊണ്ടുപോയി കാലിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് 15ാം വാർഡിൽ കിടത്തിയേക്കുന്നത്. എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഞങ്ങളിപ്പോൾ പരാതി ഞങ്ങൾ കൊടുത്തില്ല, കാരണം ഇത് ആർക്കാണ് പരാതി കൊടുക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ല, കാരണം ആരുടെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂല. ഇവിടെ തൂക്കാൻ നിൽക്കുന്ന ആൾ തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെടുത്ത് നമുക്ക് വാതുറന്നൊന്നും ചോദിക്കാൻ പറ്റില്ല, കാരണം ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളടുത്താണ് പെരുമാറൂലേ, ആ രീതിയാണ് അവർ നമ്മളത് എന്ന് വെച്ചാൽ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇല്ല അടിക്കാൻ നിൽക്കുന്ന കണക്ക്. ICUയിൽ തന്നെ തുടരണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പെട്ടെന്നാണ് ഇന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പുഴുവങ്ങാണ്ട് ആയപ്പോഴത്തേക്ക് അവർ അവിടുന്ന് അച്ഛനെ കൊണ്ടുവന്ന് വാർഡിലോട്ട് നടതള്ളിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയായിരിക്കും, കാരണം അവരല്ലേ ഇത് കാണുന്നുള്ളൂ. നമുക്ക് ICUയിൽ നമുക്ക് കയറാനോ അച്ഛനോ നോക്കാനോ പറ്റൂലല്ലോ. ജസ്റ്റ് ഒന്ന് പാഡ് മാറ്റാനോ അല്ലെങ്കിൽ ആഹാരം എന്തെങ്കിലും കൊടുക്കുന്ന ടൈമിൽ മാത്രമേ കയറൂ. ഇല്ല നിർത്തത്തില്ല, ICUയിൽ ആരെയും നിർത്തത്തില്ല. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം രോഗിയുടെ അവസ്ഥ മോശമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എന്നിട്ട് പെട്ടെന്നാണ് ഇന്ന് വാർഡിലേക്ക് കൊണ്ടുപോകുന്നു പറയുന്നു അല്ലേ? അതെ, ഇന്നലെ വരെ പറഞ്ഞെന്ന് വെച്ചാൽ ICU തന്നെ തുടരട്ട്, കുറച്ച് ദിവസം ICU കിടക്കണം, അച്ഛൻ്റെ നില ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് എങ്ങോട്ടും മാറ്റാൻ പറ്റൂല, അവിടെ തന്നെ കിടക്കട്ടെന്ന് പറഞ്ഞവരാണ് ഇന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് കൊണ്ടുവന്ന് വാർഡിൽ കളഞ്ഞത്. കാരണം അവർ പുഴു അരിച്ചത് കൊണ്ടായിരിക്കാം
കൊണ്ടുവന്ന് വാർഡിലോട്ട് മാറ്റിയെന്നാണ് നമുക്ക് തോന്നുന്നത്. രോഗിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? രോഗിയുടെ അവസ്ഥ അച്ഛൻ ആഹപ്പാട് തളർന്നൊരു അവശനാണ്. കാരണം അച്ഛന് വയ്യ, നട്ടലിന് രണ്ട് പൊട്ടലുണ്ട്, വാരിയലിന് ഒരു പൊട്ടലുണ്ട്. അച്ഛന് കിടക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. ആ കാൽ അത്രയ്ക്കും വികൃതമായിട്ട് പുഴു അരിച്ച് കിടക്കണം. ഇപ്പോഴാണ് ആ ഡ്രസ്സ് ചെയ്തൊന്ന് അച്ഛനെ അവിടോട്ട് കൊണ്ടുവന്ന് കിടത്തിയത്. ആണ് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത് നാളെ വേറൊരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. മെഡിക്കൽ കോളേജ് നമുക്കൊരു മനുഷ്യൻ്റെ ജീവൻ ഇവിടെ ഒരു വിലയില്ലെങ്കിൽ പിന്നെ എന്തുവാ? ഇത്രയും ഒരു മനുഷ്യൻ കിടന്ന് 5 ദിവസം കൊണ്ട് കിടന്ന് വേദന തിന്നുവാണ്. നിങ്ങൾക്ക് ആ കാല് കാണുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. ഞാൻ കയറി കണ്ടതാണ്, അതുകൊണ്ട് എനിക്കറിയാം. അത്രയ്ക്കും വേദന തിന്ന ആ മനുഷ്യൻ ഇതിനകത്ത് കിടക്കുവാണ്. ഒരു വിലയുമില്ല ഒരു ജീവന്. അതാണ് ഇവിടുത്തെ സംഭവം. ഇവിടുത്തെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം തൂക്കാൻ നിൽക്കുന്ന ആൾ മുതൽ അങ്ങോട്ട് വരെ എല്ലാവരുടെയും വായിരിക്കുന്ന ചീത്തയും ഇതും അവർ വെറും നികൃഷ്ടമായിട്ടാണ് നമ്മുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. നമുക്ക് അവരുടെ അടുത്തൊന്നും ചോദിക്കാനോ എന്തെങ്കിലും ഒന്നും മിണ്ടാനോ ഒന്നും പറ്റില്ല. അവർ ഇല്ല കൊല്ലാൻ നിൽക്കുന്ന കണക്കാണ് ആൾക്കാരോട്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇതേ സമീപനമായിരുന്നു. ഇപ്പൊ നമ്മൾ വിളിച്ചപ്പോൾ ഒരു ഡോക്ടർ ചൂടായാണ് സംസാരിച്ചത്. അപ്പം നമ്മൾ ഞാനാണ് സംസാരിച്ചത്. ഞാനും നല്ല രീതിയിൽ ചൂടായി തന്നെ സംസാരിച്ചത്. അപ്പോൾ അയാളുടെ ഭാഗം ന്യായീകരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇത് ഈച്ച വന്നിരുന്നു, മുട്ടയിട്ട് പുഴുവായതാണ് ഇങ്ങനെയൊക്കെ. നമ്മൾ വന്നപ്പോൾ ഒരു കിഷോർ, നമ്മുടെ ഫയലിനകത്ത് എഴുതിയേക്കുന്ന ഡോക്ടറിന്റെ പേര് കിഷോർ എന്നാണ്. പക്ഷേ ഇപ്പം വന്നത് ആ ഡോക്ടറല്ല. ഇപ്പം അവിടെ ഇരുന്ന് ഏതോ ഡ്യൂട്ടി ഡോക്ടർ എങ്ങാണ്ടാണ് വന്നത്. ഓക്കെ അമൽ, അത് തന്നെയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു ചികിത്സാ പിഴവ് മാത്രമല്ല, മെഡിക്കൽ കോളേജിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ, അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടായ സാഹചര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ്. അതുമാത്രമല്ല 28-ാം തീയതിയാണ് പാരിപ്പള്ളിയിൽ വെച്ച് രാജേന്ദ്ര പ്രസാദിന് ഒരു അപകടം ഉണ്ടാവുകയും പ്രാഥമിക ഘട്ടത്തിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഗോകുലം മെഡിക്കൽ കോളേജിലും ചികിത്സയ്ക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് അന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 28-ാം തീയതി രാത്രി 11 മണിക്കാണ് ശസ്ത്രക്രിയയ്ക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയും ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് കുടുംബത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു വിവരം അറിയിക്കുന്നത്. രാജേന്ദ്ര പ്രസാദിന്റെ ആരോഗ്യനില മോശമാണെന്നുള്ള വിവരം അറിയിക്കുന്നു. അങ്ങനെ ആരോഗ്യനില മോശമാണെന്ന് അറിയിച്ച ഒരാളെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 20-ാമത്തെ വാർഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ വാർഡിലേക്ക് പ്രവേശിപ്പിച്ച സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ തന്നെ കാണുന്നത് ഈ മുറിവുകളിൽ നിന്ന് പുഴു കട്ടിലാകെ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അവർ ചേർത്ത് വെച്ച് ഈ കാൽ പരിശോധിക്കുന്ന സമയത്താണ് ആ ബെഡിലേക്ക് മുഴുവൻ പുഴുക്കൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതങ്ങനെ 2 മണിക്ക് ഈ പുഴുവിന്റെ കാര്യം പറയുന്നു. തുടർന്ന് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് അധികൃതരോട് ഇക്കാര്യം പറയുന്നു. പക്ഷേ ആ 2 മണിക്ക് പരാതി പറഞ്ഞിട്ട് ഇന്ന് രാത്രി 8 മണി വരെ ഒരാൾ പോലും പരിശോധിക്കാനോ ആ മുറിവ് ഒന്ന് മാറ്റി ഒന്ന് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ആരോപണം മാത്രമല്ല, അവർ ഈ പരാതി പറഞ്ഞ സമയത്ത് മെഡിക്കൽ കോളേജിലെ ഓരോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർ ഏറ്റവും വാങ്ങേണ്ടി വന്ന പുച്ഛം എന്താണെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജേന്ദ്ര പ്രസാദിന്റെ മരുമകൾ വിദ്യ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തത്. അതായത് ചികിത്സാ പിഴവ് മാത്രമല്ല, ചികിത്സാ പിഴവ് മറച്ചു വയ്ക്കുകയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുക, അത് ഉന്നയിച്ചു കൊണ്ടുവന്ന ബന്ധുക്കളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും മോശമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം വാരിയലിന് ഉൾപ്പെടെ അദ്ദേഹത്തിന് പൊട്ടലേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്, കാലിൽ പൊട്ടലുണ്ട്. കാലിലെ പൊട്ടലിന് മാത്രമാണ് ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം കമ്പിയിട്ടു. ഈ കമ്പിയിട്ടതിന് ശേഷം ആ മുറിവ് വെച്ച് കെട്ടിയെടുത്താണ് ഇപ്പോൾ പുഴു ഉണ്ടായിരിക്കുകയും ജിബിൻ ഈ പറഞ്ഞതിൽ അവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതിൽ 24നോട് സംസാരിച്ചതിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പുഴുവരിച്ചു എന്ന് 3:30 പറയുന്നുണ്ട്. ഈ 3 മണി 3:30 ഇടയ്ക്ക് ഇത്തരത്തിൽ പറഞ്ഞെങ്കിലും 8 മണി ആകുകയാണ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അവർ ഇവരെ ബന്ധപ്പെടുന്നുണ്ടാവും, ഈ ആശുപത്രി അധികൃതരെ അല്ലെങ്കിൽ നഴ്സുമാരെ ബന്ധപ്പെടുന്നുണ്ടാവും. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആരോപണം അത് വളരെ ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞത് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു അവിടെ ഉള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റം. ഈ പെരുമാറ്റം വളരെ മോശമാകുമ്പോൾ ഒന്നാമത് ആശുപത്രിയിലേക്ക് എത്തുന്നത് വളരെ വലിയ പ്രശ്നങ്ങളുമായി, അതിൽ ഈ പറഞ്ഞ കട്ടിലിൽ കിടക്കുന്ന ആളുടെ ആരോഗ്യസ്ഥിതി, അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം കൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നവരോട് ഈ മോശമായ പെരുമാറ്റം, ഇത്രയും ക്രൂരമായി അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് വേദന അനുഭവിച്ച് കിടക്കുന്ന ആളിനോടും ഒപ്പം നിൽക്കുന്ന ആൾക്കാരോടും ഇത്തരത്തിലുള്ള മനോഭാവം പുലർത്തുന്നതും വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമല തന്നെയാണ്. കാരണം നമ്മൾ ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മരുന്ന് ലഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന ഡോക്ടർ, നഴ്സുമാർ, നമുക്ക് ശുശ്രൂഷ നൽകുന്നവർ, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനങ്ങൾ, അവരുടെ ഒരു വാക്ക് കൊണ്ട് പോലും പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾ പോലും എത്ര വലിയ പരിക്കാണെങ്കിൽ പോലും അത് ഭേദപ്പെടുന്ന അല്ലെങ്കിൽ അത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം ലഭിക്കുന്നതാണ് സാധാരണ സാഹചര്യം. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകുന്ന ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് 7 ദിവസം ICUവിൽ കിടന്ന ഒരു രോഗിയുടെ കാലിലാണ് പുഴു അരിച്ചിരിക്കുന്നത്. അതുപോലും അവർ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്ന ഒരാൾ വീണ്ടും വാർഡിലേക്ക് കൊണ്ട്
കിടത്തുന്നു, വാർഡിലേക്ക് കിടത്തിയ ആൾക്കാർ ഇത്തരത്തിൽ പുഴുവരിച്ചു എന്ന് പറഞ്ഞ് അതും 2 മണിക്കാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തി കുടുംബം ആശുപത്രി അധികൃതരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത്. പക്ഷേ 2 മണിക്ക് അറിയിച്ചിട്ടും പിന്നീട് വൈകിട്ട് 8 മണി വരെ അതിലൊരു നടപടി ഉണ്ടാകാൻ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ആ നടപടി ഉണ്ടാകാൻ കാത്തിരുന്നത് മാത്രമല്ല, ആ സമയത്ത് ആശുപത്രിയിലെ ഓരോ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഡോക്ടർ മുതൽ നേരത്തെ അവർ പറഞ്ഞതുപോലെ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വരെ അവർ കേൾക്കേണ്ടി വന്ന അധിക്ഷേപങ്ങൾ അത് തന്നെയാണ് അവർ എടുത്തു പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അമൽ, ഐസിയുലായിരുന്നു ഈ ഒരു രോഗി. ഐസിയുലായിരുന്ന ഈ ഒരു രോഗിയുടെ കാലിൽ പുഴു വന്നത് ഐസിയുൽ ഉണ്ടായിരുന്ന ഡോക്ടറോ അവരെ ചികിത്സിച്ചിരുന്ന നഴ്സുമാരോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഗുരുതര ആരോപണം. അതിലെ അവരുടെ ന്യായീകരണമാണ് എടുത്തു പറയേണ്ടത്. കാരണം ഐസിയുൽ കിടന്ന ഒരു രോഗിയുടെ മുറിവിൽ ഈച്ച വന്നിരിക്കുന്നു, ഈച്ച മുട്ടയിട്ട് അത് പെറ്റുപെരുകിയതാണ്, പുഴുവായി മാറിയിരിക്കുന്നത്. ഇത് ഒരു ഡോക്ടറാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്തിനാണ് പിന്നെ ഐസിയുൽ ഒരു രോഗിക്ക് ചികിത്സ നൽകുന്നത്? അതാണ് ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ്. ആ സംവിധാനം തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ആ സംവിധാനത്തെ തന്നെ കുറ്റം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ICUവിൽ ഈച്ച വരുന്നു, ആ ഈച്ച ഒരു മുറിവിലിരിക്കുന്നു, മുറിവിൽ ഈച്ച മുട്ടയിടുന്നു, ആ മുട്ട ഇട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ പുഴു ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ ആരോപണം. ഒപ്പം തന്നെ ഇത് അറിയിച്ചിട്ടും ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. മണിക്കൂറുകൾ, ഏകദേശം 5 മണിക്കൂറോളം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ അവിടെയുള്ള സ്റ്റാഫുകളുടെ മനോഭാവം, ഇത് സർക്കാർ മെഡിക്കൽ കോളേജിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എന്ന് മാറും, എന്ന് ശരിയാകും എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ ശരിയാകണം, ശരിയായേ പറ്റൂ. സാധാരണക്കാരൻ്റെ ആശ്രയമാണ് ഇത്തരത്തിലുള്ള ആശുപത്രികൾ. ഈ ആശുപത്രിയിൽ നിന്നൊന്നും ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ വച്ചു പൊറുപ്പിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.